ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൻ്റെ 7ാമത്തെ സെഷനാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ന്യൂക്ലിയസും മൈക്രോബോഡീസും ആണ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറയുന്ന സെൽ ഓർഗനിൽ അത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് 1831. പിന്നീട് ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്ത് ബേസിക് ഡൈ വെച്ച്, കാരണം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ആണല്ലോ, അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അതുകൊണ്ട് ബേസിക് ഡൈ വെച്ച് അതിനെ സ്റ്റെയിൻ ചെയ്ത് ക്രോമാറ്റിൻ എന്ന പേരിൽ ഫ്ലെമിംഗ് വിളിച്ചു. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനിൽ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത റോബർട്ട് ബ്രൗൺ ആണ് 1831. പിന്നീട് അത് ബേസിക് ഡൈ വെച്ച് സ്റ്റെയിൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലിനെ ക്രോമാറ്റിൻ എന്ന ഫ്ലെമിംഗ് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ന്യൂക്ലിയസ് ഇൻ്റർഫേസിലിരിക്കുമ്പോൾ, അതായത് ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാത്ത സമയത്ത്, സെൽ ഡിവിഷൻ നടക്കാത്ത സമയത്ത് ഹൈലി എക്സ്റ്റെൻഡഡ് ഫോമിലാണ് അതിനകത്ത് ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സ് കാണുന്നത്. ആ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറിനെ നമ്മൾ ക്രോമാറ്റിൻ ത്രെഡ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ആ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറിനെ നമ്മൾ ക്രോമാറ്റിൻ ത്രെഡ് എന്നാണ് പറയുന്നത്. അവിടെ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ന്യൂക്ലിക് ആസിഡ് ഒരു പ്രോട്ടീൻ്റെ മേലെ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ റൗണ്ട് വരച്ച് വെച്ചേക്കുന്ന അതിൻ്റെ പ്രോട്ടീനാണ്. അതേപോലെ ഇത് ന്യൂക്ലിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ DNA ആണ്. അപ്പോൾ ഈ DNA ഇതിൻ്റെ മേലെ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഇതേപോലെ ഒരു മുത്തുമാല കോർത്തിട്ട പോലെയായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ. ഇതിനെ നമ്മൾ ക്രോമാറ്റിൻ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫേസിലിരിക്കുന്ന ഒരു ന്യൂക്ലിയസിൽ അതിൻ്റെ ക്രോമസോം കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത് ക്രോമാറ്റിൻ ത്രെഡ് ഫോമിലായിരിക്കും. അതുകൊണ്ടാണ് ഹൈലി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഇലാബറേറ്റ് ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സിന് നമ്മൾ ക്രോമാറ്റിൻ അല്ലെങ്കിൽ ക്രോമാറ്റിൻ ത്രെഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ന്യൂക്ലിയർ മാട്രിക്സ്, അതിൽ ന്യൂക്ലിയർ മാട്രിക്സിൽ നമുക്ക് ചില സ്പെറിക്കൽ ബോഡീസ് കാണാൻ കഴിയും. ന്യൂക്ലിയോളൈ അല്ലെങ്കിൽ ന്യൂക്ലിയോളസ് എന്നാണ് പറയുന്നത്. അവിടെ ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന സിംഗുലറും ന്യൂക്ലിയോളൈ എന്ന് പറയുന്ന പ്ലൂറലുമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ന്യൂക്ലിയോളൈ എന്ന് പറയുന്നതെന്നറിയോ? ചില ന്യൂക്ലിയസിനകത്ത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോളസ് ഉണ്ടാവും, അപ്പോൾ അത് ന്യൂക്ലിയോളൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി റിവീൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ ന്യൂക്ലിയർ എൻവലപ്പ്, 2 പാരലൽ മെംബ്രെയിൻ ആണ് ന്യൂക്ലിയർ എൻവലപ്പിന്, അതായത് ഡബിൾ മെംബ്രെയിനിയസ് സ്ട്രക്ചറാണ് ന്യൂക്ലിയർ എൻവലപ്പിന് ഉള്ളത്. ഈ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഔട്ടർ ലെയറും ഇന്നർ ലെയറും, ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാരലൽ മെംബ്രെയിൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്പേസും ഉണ്ടാക്കുന്നുണ്ട്. കണ്ടത് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ്, അതിന് ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്നാണ് പറയുന്നത്. ഈ ഒരു റീജിയന് ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്നാണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ് അല്ല, പെരി ന്യൂക്ലിയർ സ്പേസ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ് മൈറ്റോകോൺട്രിയലാണ്. ഐ എം സോ സോറി. പെരി ന്യൂക്ലിയർ സ്പേസ് എന്നാ പറയാം. ഈ പെരി ന്യൂക്ലിയർ സ്പേസിന്റെ ഡയമീറ്റർ വന്നിട്ട് 10 to 50 നാനോമീറ്റർ ആയിരിക്കും കേട്ടോ. 10 to 50 നാനോമീറ്റർ വിഡ്ത്ത് ആയിരിക്കും ഈ പെരി ന്യൂക്ലിയർ സ്പേസിന് ഉള്ളത് കേട്ടോ. ഇനി ഈ പറയുന്ന ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് മെറ്റീരിയൽസ്, ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെയും തമ്മിലുള്ള മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പെരി ന്യൂക്ലിയർ സ്പേസ് അല്ലെങ്കിൽ ഈ 2 മെംബ്രെയിൻ കൂടിയിട്ടാണ് ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി നിർത്തുന്നത് എന്ന് നമുക്ക് പറയാം. ഔട്ടർ മെംബ്രെയിൻ സാധാരണയായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോടാണ്. കണ്ടോ, ഇത് നോക്കിക്കേ, ഇവിടുന്ന് ഈ ഔട്ടർ മെംബ്രെയിൻ ആണ്. ഔട്ടർ മെംബ്രെയിൻ അതിങ്ങനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഔട്ടർ മെംബ്രെയിൻ ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ ഫോം ഓഫ് എ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കേട്ടോ. അതേപോലെ തന്നെ ഇത് ഈ റൈബോസോംസും ഈ പറയുന്ന ന്യൂക്ലിയർ ഔട്ടർ മെംബ്രെയിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിനിൽ കാണാറുണ്ട് കേട്ടോ. റൈബോസോംസും ഔട്ടർ മെംബ്രെയിനിൽ കാണാറുണ്ട്. അതേപോലെ ആ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഇടയിൽ ചില ഇൻറ്ററപ്ഷൻസ് ഉണ്ട്. അത് ചെറിയ ചെറിയ പോഴ്സ് ആണ്. ഈ ചെറിയ ചെറിയ പോഴ്സ്, അത് എന്താ പറയുക, ആ മൈന്യൂട്ട് പോഴ്സ് വഴിയാണ് പ്രോട്ടീൻസും RNAയും DNA ഒക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും ഒക്കെ കേട്ടോ. ഇതിനെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്നാ പറയാം. ഈ ഒരു പോറിനെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്നാ പറയുന്നത്. ആ ന്യൂക്ലിയർ പോർ വഴിയാണ് RNAയും പ്രോട്ടീൻ മോളിക്യൂളും ഒക്കെ ഈ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണയായിട്ട് ഒരു ന്യൂക്ലിയസ് മാത്രമാണ് ഒരു സെല്ലിൽ കാണാറുള്ളൂ. പക്ഷെ ചില സമയത്ത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ളത് ഏതിനകത്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് ഫംഗൽ കിങ്ഡത്തിൽ ആദ്യത്തെ ഫൈക്കോമൈസീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു അവിടെ സീനോസൈറ്റിക് ഫംഗൈ അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫ, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള സെൽ അല്ലേ. അതേപോലെ തന്നെ ചില സെൽസിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവുകയില്ല. അതിന് എക്സാമ്പിൾ
ആണ് ഈ എറിത്രോസൈറ്റ്, RBC ക്കകത്ത് ഇല്ല, സീവ് ട്യൂബിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. ഇമ്പോർട്ടൻ്റ് ആണ്, സീവ് ട്യൂബിനകത്തും RBC-ക്കകത്തൊന്നും ന്യൂക്ലിയസ് ഇല്ല. എന്നിരുത്തി അവർ ലിവിങ് അല്ല എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അല്ല, അവർ ലിവിങ് തന്നെയാണ്, ലിവിങ് ആയിട്ടുള്ള സെല്ലാണ്. കാരണം എല്ലാ മെറ്റാബോളിക് ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നുണ്ട്. ഓൺലി വൺ തിങ് ദാറ്റ് ദർ ഈസ് നോ ന്യൂക്ലിയസ് ഇൻസൈഡ് ദാറ്റ്. അതുകൊണ്ട് അവർക്ക് ലൈഫ് സ്പാൻ കുറവായിരിക്കും എന്ന് മാത്രം. സീവ് ട്യൂബിൻ്റെയൊക്കെ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട്, ജനറ്റിക് മെറ്റീരിയൽ അവർക്ക് സ്വന്തമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആക്ടിവിറ്റീനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DNA, കമ്പാനിയൻ സെൽസിൻ്റെ DNA ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. അത് നമ്മളിനി പഠിക്കും. എന്താണ് ഇത് പഠിക്കുമ്പോൾ, ട്രാൻസ്പോർട്ടിൻ പ്ലാന്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് ഈ പറയുന്ന കമ്പാനിയൻ സെൽസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലും പഠിക്കുന്നുണ്ട്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഈ പറയുന്ന ടിഷ്യൂ, സൈലും ഫ്ലോയും ടിഷ്യൂ പറയുമ്പോൾ അതിനകത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗം ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ന്യൂക്ലിയസ് ആസ് എ സെൽ ഓർഗനൽ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ റോബർട്ട് ബ്രൗൺ ആസ് early as 1831. Later the material of the nucleus stained by the basic dye was given the name chromatin by Fleming. The interface nucleus of a cell, when it is not dividing, has highly extended and elaborate nucleoprotein fibers called chromatin. Nuclear matrix and one or more spherical bodies called nucleoli or nucleolus. Electron microscopy has revealed that the nuclear envelope, which consists of two parallel membranes with a space between them that is called as perinuclear space, adinte width 10 to 50 nanometer ആണ്, forms a barrier between the material present inside the nucleus and that of the cytoplasm. The outer membrane usually remains continuous with the endoplasmic reticulum and also bears ribosome on it. At a number of places, the nuclear envelope is interrupted by minute pores, which are called as nuclear pore, that is formed by the fusion of two membrane. ഈ രണ്ട് മെംബ്രെയിനും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ്, അതായത് ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും കൂടി എവിടെയൊക്കെ വന്ന് ഫ്യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ന്യൂക്ലിയർ പോർ ഉണ്ടാവുന്ന കാണാൻ പറ്റും. ന്യൂക്ലിയർ പോർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുന്നത് ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും കൂടി ഇതാ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിലാണ് ന്യൂക്ലിയർ പോർ വരുന്നത് കേട്ടോ. So here these nuclear pores are the passage through which the movement of RNA and protein molecule take place in both the direction between the nucleus and the cytoplasm. Normally there is only one nucleus per cell. Variation in the number of nuclei are also frequently observed. Can you recollect name of organism that have more than one nuclei per cell? ഇനി നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സെല്ല് ടപ്പീറ്റം, അതിനകത്തും ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ച ഒരു സെല്ലാണ് ഫംഗസിലെ ഫൈക്കോമൈസൈറ്റ്സിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. സം മെച്യൂർ സെൽസ് ഈവൻ ലാക്ക് ന്യൂക്ലിയസ്. എക്സാമ്പിൾ എറിത്രോസൈറ്റ്സ് ഓഫ് മെനി മാമൽസ്. മാമൽസിൻ്റെ എറിത്രോസൈറ്റ്, ചുമ്മാ RBC എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. മാമൽസിൻ്റെ എറിത്രോസൈറ്റിലാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്. അതല്ലാതെ ആംഫീബിയൻസും റെപ്റ്റൈൽസും ബേർഡ്സിലും ഒക്കെ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ സീവ് ട്യൂബ് സെൽസ് ഓഫ് വാസ്കുലാർ പ്ലാന്റ്സിലെ സീവ് ട്യൂബിൽ ന്യൂക്ലിയസ് ഇല്ല കേട്ടോ. അത് ന്യൂക്ലിയസ് ഇല്ല. വുഡ് യു കൺസിഡർ ദി സെൽ ആസ് എ ലിവിങ്? അത് ലിവിങ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല എന്ന് കരുതി അവിടെ എല്ലാ മെറ്റാബോളിക് ആക്ടിവിറ്റീസും നോർമലായി തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂക്ലിയസിൻ്റെ മാട്രിക്സിനെ നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്നാണ് പറയുന്നത്. അതായത് ഇതിന് ന്യൂക്ലിയോപ്ലാസം എന്നാണ് പറയുന്നത്. ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ ന്യൂക്ലിയോളസ് ഉണ്ട്, ന്യൂക്ലിയോളസും ഉണ്ട്, അതേപോലെ തന്നെ ക്രോമാറ്റിൻ ത്രെഡും ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ന്യൂക്ലിയോളസ് എന്താണെന്നും ക്രോമാറ്റിൻ ത്രെഡ് എന്താണെന്നും. ന്യൂക്ലിയോളൈ എന്ന് പറയുന്ന സ്പെറിക്കൽ സ്ട്രക്ചറാണ്. അത് ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. ന്യൂക്ലിയോളസിൽ എന്താണ്, ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന് വേറെ മെംബ്രെയിൻ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണുന്നതാണ്. അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു സെൽ ഓർഗനൽ ആണോ അല്ലെങ്കിൽ അതൊരു മെംബ്രെയിനിയസ് കവറിങ് ഉള്ള ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ചേമ്പർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറേ അല്ല. അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റൈബോസോമൽ RNA സിന്തസിസ് നടത്തുന്നത് ഈ പറയുന്ന ന്യൂക്ലിയോളസിൻ്റെ റീജിയനിലാണ്. ദാറ്റ് ഈസ് എ സൈറ്റ് ഫോർ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ് നടക്കുന്നത് ഈ ന്യൂക്ലിയോളസ് ഈ ഭാഗത്താണ് കേട്ടോ. ഒന്നീ കൂടുതൽ അല്ലെങ്കിൽ വലിയ ന്യൂക്ലിയോളൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സെല്ല് ആക്റ്റീവ്ലി പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നതാണ്. ആക്റ്റീവ്ലി പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന സെല്ലിൽ ഇഷ്ടംപോലെ റൈബോസോംസും RNAയും വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് RNA സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ന്യൂക്ലിയസോ അല്ലെങ്കിൽ വലിയ ന്യൂക്ലിയോളസോ, ഒരുപാട് ന്യൂക്ലിയസ് അല്ല, ഒരുപാട് ന്യൂക്ലിയോളസോ അല്ലെങ്കിൽ വലിയ ന്യൂക്ലിയോളസോ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ന്യൂക്ലിയോളസിൻ്റെ നമ്പർ കൂടുതലാണെങ്കിൽ
ഉണ്ടെങ്കിൽ അവിടെ ആക്റ്റീവ്ലി പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ദ ന്യൂക്ലിയർ മാട്രിക്സ് ഓർ ദ nucleoplasm contain nucleolus and chromatin. Nucleoli are spherical structure present in the nucleoplasm. The content of the nucleolus is continuous with the rest of the nucleoplasm as it is not a membrane-bound structure. It is a site for active ribosomal RNA synthesis. Larger and more numerous nucleoli are present in cells actively carrying out protein synthesis. പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഇൻ്റർഫേസിലിരിക്കുന്ന ന്യൂക്ലിയസ് ഡിവിഷൻ നടക്കാത്ത സമയത്ത് അതിൻ്റെ അകത്തിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബർ അല്ലെങ്കിൽ ക്രോമാറ്റിൻ ആയിട്ടായിരിക്കും കാണുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ക്രോമാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ മേലെ DNA വൈൻഡ് ചെയ്തിട്ട് ഒരു മുത്തുമാല കോർത്തിട്ട പോലെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ ത്രെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആ ക്രോമാറ്റിൻ ത്രെഡ് എന്ന ഫോമിലിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ക്രോമാറ്റിൻ ത്രെഡ് ഞാൻ കാണിച്ചു തരാം. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഈ ക്രോമാറ്റിൻ ത്രെഡ് വേറൊരു പില്ലർ പോലത്തെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ മേലെ ഇങ്ങനെ അങ്ങോട്ട് വൈൻഡ് ചെയ്യും. അപ്പോഴാണ് അത് ക്രോമസോം ആയിട്ട് മാറുന്നത്. അപ്പോൾ ക്രോമാറ്റിൻ ത്രെഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതും ക്രോമസോം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ക്രോമാറ്റിൻ ത്രെഡിനകത്ത് എന്തേ ഉള്ളൂ? ഹിസ്റ്റോൺ പ്രോട്ടീനും DNA RNA ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ ക്രോമസോമിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഹിസ്റ്റോൺ പ്രോട്ടീനും DNA RNA നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഒക്കെ ഉണ്ട്. അതെപ്പോഴായിരിക്കും നടക്കുക? സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത്. സെൽ ഡിവിഷൻ്റെ പല സ്റ്റേജസിലാണ് ഈ ക്രോമസോമായിട്ട് ക്രോമാറ്റിൻ ത്രെഡ് കൺവേർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ സെൽ ഷോ സ്ട്രക്ചേർഡ് ക്രോമസോംസ് ഇൻ പ്ലേസ് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ സ്ഥാനത്ത് അവിടെ കുറേ ക്രോമസോംസ് ആയിരിക്കും കാണുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ ഞാനാ പറയുന്നതെന്ന്. അതായത് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ അങ്ങോട്ട് ഡിഗ്രേഡ് ആയി അതൊക്കെ കാണാൻ വയ്യാതെ ഡിസോൾവ് ആയി പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രോമാറ്റിൻ ത്രെഡ് എല്ലാം കൂടി കണ്ടൻസ് ചെയ്ത് ക്രോമസോം ഫോമിലാവും. അപ്പോൾ ആ ന്യൂക്ലിയസ് ഇരിക്കുന്നിടത്ത് നമുക്ക് ക്രോമസോമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രോമാറ്റിൻ്റെ ഉള്ളിലെ DNAയും ചില ബേസിക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും അതുപോലെ RNA ആണ് കാണുന്നത്. ക്രോമാറ്റിൻ ശരിക്കും പറഞ്ഞാൽ ക്രോമസോമിലാണ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ കാണുന്നത്. പക്ഷേ ഇവിടെ ക്രോമാറ്റിനിലും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യു ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതിന് ഞാൻ തിരുത്താൻ നിൽക്കുന്നില്ല. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഹിസ്റ്റോണും അതേപോലെ തന്നെ RNA DNAയും കൂടി കൂടിയതാണ് ക്രോമാറ്റിൻ ത്രെഡ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഹ്യൂമൻ സെല്ലിൽ ഏകദേശം 2 മീറ്റർ ലെങ്ത് ഉള്ള DNA ഉണ്ട്. ഏകദേശം 2.2 മീറ്റേഴ്സ് ആണ് എക്സാക്ട് ലെങ്ത് പറഞ്ഞത്. 2.25 മീറ്ററോളം നീളമുള്ള DNA ഉണ്ടാവും. നമുക്ക് 46 ക്രോമസോം ആണല്ലോ ഉള്ളത്. ഈ 46 ക്രോമസോമിനെ നീട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 46 ക്രോമസോമിൻ്റെ DNA നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ നമ്മുടെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 2 മീറ്ററിന് മേലെ ലെങ്ത് ഉള്ള DNA ഉണ്ടാവും കേട്ടോ. ആ DNA ലെങ്ത്തും DNA എങ്ങനെ പാക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. You may recall that the interface nucleus has a loose and indistinct network of nucleoprotein fibers called chromatin. But during different stages of cell division, cells show structured chromosomes in place of nucleus. Chromatin contains DNA and some basic proteins called histones, some non-histone proteins and also RNA. A single human cell has approximately 2 meter long thread of DNA distributed among its 23 pair chromosomes. You will study the details of DNA packaging in the form of a chromosome in class 12. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓരോ ക്രോമസോമും ഡിവൈഡിങ് സെല്ലിൽ വിസിബിൾ ആയിട്ടുള്ള ഓരോ ക്രോമസോമും എസെൻഷ്യലി ഇറ്റ് ഹാസ് എ പ്രൈമറി കൺസ്ട്രക്ഷൻ. അതായത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെല്ലെന്ന് പറയുമ്പോൾ ഈ ക്രോമാറ്റിൻ ത്രെഡ് ഉണ്ടല്ലോ, ഈ ക്രോമാറ്റിൻ ത്രെഡ് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡോട് കൂടി ഇരിക്കുന്നതായിരിക്കും കാണാൻ കഴിയുക. ഈ ക്രോമാറ്റിൻ ത്രെഡ് ഇതേപോലത്തെ തന്നെ ഒരു ക്രോമാറ്റിൻ ത്രെഡ് ഇതിൻ്റെ മേലെ ഉണ്ടാക്കും. അതായത് DNA റിപ്ലിക്കേറ്റ് ചെയ്ത് ആ ക്രോമാറ്റിൻ ത്രെഡ് ഡബിളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ഫോമിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഓരോ ക്രോമസോമും എല്ലാ ക്രോമസോമും സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ ക്രോമസോമും ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഡിവൈഡിങ് സെല്ലിൽ ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു റീജിയനെ നമ്മൾ സെൻട്രോമിയർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെൻട്രോമിയർ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ഒരു റീജിയനെ നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. കണ്ടത് ഇവിടെ നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ പ്രൈമറി കൺസ്ട്രക്ഷൻ.
കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രോമിയർ റീജിയനിൽ രണ്ട് ക്രോമാറ്റിൻ ത്രെഡിനെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ്. ഈ സെൻട്രോമിയർ റീജിയനിൽ രണ്ട് ക്രോമാറ്റിൻ ത്രെഡിനെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ സെൻട്രോമിയറിൻ്റെ രണ്ട് സൈഡിലും എന്തിരിക്കുന്നറിയോ ഇരിക്കുന്നുണ്ടെന്നറിയോ? ഒരു കൈനറ്റോകോർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. ഈ കൈനറ്റോകോർ പ്രോട്ടീനും ഈ കൈനറ്റോകോർ പ്രോട്ടീനും തമ്മിൽ നല്ല അഫിനിറ്റിയാണ്, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താവും, ഈ കൈനറ്റോകോർ പ്രോട്ടീൻ ഇരിക്കുന്ന ഈ ഭാഗം വിട്ടു പോവാതിരിക്കും. അത് റിപ്ലിക്കേഷൻ കഴിഞ്ഞാലും ഈ ഫസ്റ്റ് പ്രൈമറി കൺസ്ട്രക്ഷൻ ഉള്ള ഈ ഭാഗത്ത് സെൻട്രോമിയർ ഭാഗത്തിരിക്കുന്ന ഈ കൈനറ്റോകോർ പ്രോട്ടീനെ കൊണ്ട് ഈ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സും തമ്മിൽ വിട്ടുപോകില്ല. കണ്ടോ, ഇതാണ് കൈനറ്റോകോർ പ്രോട്ടീൻ, ഇതാണ് പ്രൈമറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഏരിയ. ആ ഒരു ഏരിയയിലിരിക്കുന്ന ഈ കൈനറ്റോകോർ പ്രോട്ടീനെ കൊണ്ട് ഈ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി പോവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ ക്രോമസോമും അന്ന് ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ കാണാൻ കഴിയുക. പ്രൈമറി കൺസ്ട്രക്ഷൻ സെൻട്രോമിയർ റീജിയനിലാണ്. ആ സെൻട്രോമിയർ റീജിയൻ്റെ രണ്ട് സൈഡിലായിട്ട് ഡിസ്ക് ഷേപ്പുള്ള കൈനറ്റോകോർ പ്രോട്ടീൻ പ്രസന്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ സെൻട്രോമിയർ റീജിയനാണ് രണ്ട് ക്രോമാറ്റിൻ ത്രെഡ്സിനെ ക്രോമസോമിൽ ചേർത്ത് നിർത്താൻ സഹായിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രോമിയർ എവിടെയാണ് പൊസിഷൻ ചെയ്തേക്കുന്നത് എന്നനുസരിച്ച് നമുക്ക് ക്രോമസോമിനെ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്ന എക്സാക്ട് സെൻറ്റർ റീജിയനിലായിട്ട് സെൻട്രോമിയർ വരുന്നതിനെയാണ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത് കേട്ടോ. അതായത് സെൻട്രോമിയർ റീജിയൻ ഇഫ് ഇറ്റ് ഈസ് പ്രസന്റ് എക്സാക്ട്ലി ഇൻ ദ സെൻറ്റർ റീജിയൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് ക്രോമസോം ഉള്ള ഈ ഒരു ക്രോമസോം അത് ഡിവിഷൻ നടക്കുന്ന സമയത്ത് അത് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ആ ക്രോമസോമിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ, സ്പിൻഡിൽ ഫൈബേഴ്സ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലായിരിക്കും അത് പോവുക. സ്പിൻഡിൽ ഫൈബർ ഇതാ ഈ രണ്ട് ഭാഗത്തുനിന്നും ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പിൻഡിൽ ഫൈബർ ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വി പോലെ ഇരിക്കും ഈ മെറ്റാസെൻട്രിക് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞുതരാം, സെൽ ഡിവിഷൻ പഠിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്ന സെൻട്രോമിയർ കുറച്ച് മിഡിലിൽ നിന്ന് മാറിയിരിക്കുന്നതിനെയാണ് സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ആം ചെറുതും ഒരു ആം വലുതും ആയിരിക്കും ഇവർക്ക്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദാ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതൊരു ഇൻവേർട്ടഡ് എൽ ഷേപ്പിലായിരിക്കും ഇരിക്കുക. ദാ ഇങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലുള്ളത് എൽ ഷേപ്പായിരിക്കും സബ് മെറ്റാസെൻട്രിക് ക്രോമസോം അനാഫേസ് സ്റ്റേജിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ എക്രോസെൻട്രിക് ക്രോമസോം ഉണ്ട്. എക്രോസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ റീജിയൻ വന്നിട്ട് എക്സ്ട്രീംലി ഷോർട്ട് ആം ഉണ്ടാക്കുന്ന രീതിയിൽ, അത് എന്താ പറയുക, ഒരു എന്താണ് അറ്റത്തേക്ക് നീങ്ങിയിരിക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ സെൻട്രോമിയർ റീജിയൻ വരുന്നത്. അങ്ങനത്തെ കേസിൽ ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ജെ ഷേപ്പിലായിരിക്കും ഇത് സെപ്പറേറ്റ് ചെയ്യുക. അതായത് ഇത് ഇത്രയേ ഉണ്ടാവുള്ളൂ, ഇതൊരു ജെ ഷേപ്പിലായിരിക്കും ഇത് സെപ്പറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിലും ഇതാ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ജെ ഷേപ്പിൽ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? എക്രോസെൻട്രിക് ക്രോമസോം എന്നാണ് പറയുന്നത്. അത് ആ ക്രോമസോമിൻ്റെ ഒരറ്റത്തേക്ക് നീങ്ങിയിട്ടായിരിക്കും അതിൻ്റെ സെൻട്രോമിയർ ഇരിക്കുന്നതെന്ന് ചുരുക്കം. അതേപോലെ തന്നെ ടീലോസെൻട്രിക് ക്രോമസോം ഉണ്ട്. ടീലോസെൻട്രിക് ക്രോമസോമിൽ അതിൻ്റെ ടീലോമിയർ റീജിയനിൽ, അതായത് അതിൻ്റെ ഏറ്റവും തുമ്പറ്റത്ത് വന്നിട്ടാണ് എന്തിരിക്കുന്നത്, അതിൻ്റെ സെൻട്രോമിയർ ഇരിക്കുന്നത്. ഈ ഭാഗത്ത് വന്നിട്ടാണ് സെൻട്രോമിയർ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു വാലുണ്ടാവില്ല, ഇങ്ങോട്ടുള്ള ഒരു വലിയ ആം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ടീലോസെൻട്രിക് ക്രോമസോമിൽ. അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഐ പോലെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരു ഷോർട്ട് ആം ലോങ് ആം എന്നൊന്നും ഉണ്ടാവില്ല. ടീലോമിയർ റീജിയനിലാണ് അതിൻ്റെ സെൻട്രോമിയർ ഇരിക്കുന്നത്. അതായത് ഏറ്റവും തുമ്പറ്റത്തിനെയാണ് ടീലോമിയർ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ ടീലോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ സെൻട്രോമിയർ പ്ലേസ് ചെയ്തേക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഈ ക്രോമസോമിനെ മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, എക്രോസെൻട്രിക്, ടീലോസെൻട്രിക്കിന് ഡിവൈഡ് ചെയ്യാം. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ എക്സാക്ട് സെൻറ്ററിലായിരിക്കും സെൻട്രോമിയർ ഇരിക്കുന്നത്. സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കും. എക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലറ്റത്തേക്ക് നീങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത്. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ വാലിൻ്റെ തുമ്പത്തായിട്ടായിരിക്കും എന്തിരിക്കുന്നത്, സെൻട്രോമിയർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും അനാഫേസിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റാസെൻട്രിക് ക്രോമസോം വി ഷേപ്പും സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എൽ ഷേപ്പും എക്രോസെൻട്രിക് ക്രോമസോം ജെ ഷേപ്പും അതേപോലെ ടീലോസെൻട്രിക് ക്രോമസോം ഐ ഷേപ്പുമാണ് സാധാരണയായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്റ്റഡി ദ നെക്സ്റ്റ് പോർഷൻ. Every chromosome visible only in dividing cells essentially has a primary construction or the centromere on the sides of which disc-shaped structure called kinetochore are present.
ഫിഗർ 8.12 ഇതായത് നോക്കിയേ, ഇതാണ് കൈനറ്റോകോർ, ഇതാണ് സെൻട്രോമിയർ റീജിയൻ. സെൻട്രോമിയർ ഹോൾഡ് ദ 2 chromatids of a chromosome. Based on the position of the centromere, the chromosomes can be classified into 4 types. Metacentric chromosome has middle centromere forming 2 equal forms of the chromosome, 2 equal arms of the chromosome. Submetacentric chromosome has centromere slightly away from the middle of the chromosome, resulting into one shorter arm and one longer arm. In case of eccentric chromosome, the centromere is situated close to its end, forming one extremely short and one very long arm, whereas telocentric chromosome has a terminal centromere. ഏറ്റവും തുമ്പറ്റത്തായിരിക്കും അതിൻ്റെ സെൻട്രോമിയർ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് നോക്കാം. സംടൈംസ് ചില സമയത്ത് ചില ക്രോമസോംസ് നോൺ സ്റ്റെയിനിങ് ആയിട്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ റീജിയൻ കാണാറുണ്ട്. അതൊരു കോൺസ്റ്റന്റ് ലൊക്കേഷനാണ് കേട്ടോ. അതൊരു സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് സാറ്റലൈറ്റ് റീജിയൻ ഒക്കെയാണ്. അതായത് ഒരു സാറ്റലൈറ്റ് റീജിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും ചെയ്യാത്ത ഒരു ചെറിയ സെഗ്മെന്റ്, അതായത് നോക്കിക്കേ, ഈ ഒരു ഇത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. അതായത് സ്റ്റെയിൻ ചെയ്യപ്പെടാത്ത ഒരു സാറ്റലൈറ്റ് റീജിയൻ അതിൻ്റെ ടീലോമിയർ തുമ്പറ്റത്ത് വന്നിരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് ബോർഡ് എക്സാമിൽ പഠിക്കാനില്ല. സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സാറ്റലൈറ്റ് DNA പ്രസന്റ് ഇൻ ദ ടീലോമിയർ റീജിയൻ. അതിനെയാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. സംടൈംസ് എ ഫ്യൂ ക്രോമസോംസ് ഹാവ് നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ അറ്റ് എ കോൺസ്റ്റന്റ് ലൊക്കേഷൻ. എല്ലാ സെൽസിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും അതുണ്ടാവില്ല. ദിസ് ഗിവ്സ് ദ അപ്പിയറൻസ് ഓഫ് എ സ്മോൾ ഫ്രാഗ്മെന്റ് കോൾഡ് ദ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് DNA ഇരിക്കുന്നിടത്താണ് ഈ പറയുന്ന ചെറിയ കൺസ്ട്രക്ഷൻ കാണുന്നത്. അതിനെയാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കൺസ്ട്രക്ഷൻ ടീലോമിയറും സെൻട്രോമിയറും, സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാറ്റലൈറ്റ് DNA ഇരിക്കുന്നിടമാണ് കേട്ടോ. നെക്സ്റ്റ് മൈക്രോബോഡീസ് ആണ്. മെനി മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് കോൾഡ് മൈക്രോബോഡീസ് ദാറ്റ് കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ് ആർ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ എൻസൈംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ചെറിയ ചെറിയ വെസിക്കിൾസിലാണ് നമ്മൾ മൈക്രോബോഡീസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മൈക്രോബോഡീസ് ഒക്കെയാണ് ഈ പറയുന്ന പെറോക്സിസോം, അതൊക്കെ മൈക്രോബോഡീസിൽ വരുന്ന പെറോക്സിസോം, ഗ്ലയോക്സിസോം ഒക്കെ കേട്ടോ. അപ്പോൾ മൈക്രോബോഡീസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ വെസിക്കിൾസ് പ്ലാന്റ്സിലും ആനിമൽസിലും കാണുന്ന എൻസൈംസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിനാണ് മൈക്രോബോഡീസ് എന്ന് പറയുന്നത്. മൈക്രോബോഡീസ് മെനി മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾ കോൾഡ് മൈക്രോബോഡീസ് ദാറ്റ് കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ് ആർ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സെൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ 7 സെഷനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഈസി ചാപ്റ്ററാണ് ഇത്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.